സൂപ്പർ 8ലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ത്യ ആ തരത്തിലൊരു പ്രകടനം നടത്തുന്നതൊക്കെ പ്രതീക്ഷയായിരുന്നു നമുക്കുണ്ടായത്. പക്ഷേ അത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ലോകകപ്പിൻ്റെയൊക്കെ ഒരു മുഖം, ഒരു ഓർമ്മ നമ്മളുടെ മുന്നിലുണ്ട്. കാരണം ദക്ഷിണാഫ്രിക്ക നമ്മുടെ എതിരാളികളായി സൂപ്പർ 8ലുണ്ട്. ദക്ഷിണാഫ്രിക്ക മികച്ച പ്രകടനം നടത്തി തുടർച്ചയായി വിജയിച്ച് 4 മത്സരങ്ങളിൽ ജയിച്ചിട്ടാണ് വരുന്നത്. സ്വാഭാവികമായി ഈ അപരാജിതരായി വരുന്ന ഈ 2 ടീമുകൾ ഏത് തരത്തിൽ പെർഫോം ചെയ്യുന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. ഓസ്ട്രേലിയയെ തോൽപ്പിച്ച സിംബാബ്വെ, നമ്മൾ സിംബാബ്വെയെ ഇനി ഈ ചർച്ച ചെയ്യുമ്പോൾ സിംബാബ്വെ ദുർബലരാണ് എന്ന് നമ്മൾ ഇനി പറയാൻ പറ്റില്ല. കാരണം സിംബാബ്വെ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി സിംബാബ്വെ ഭയക്കണം, ആ അർത്ഥത്തിൽ ഭയക്കണം. അടുത്തത് നമ്മൾ മത്സരിക്കേണ്ടത് വെസ്റ്റ് ഇൻഡീസിനോടാണ്. 2 തവണ ലോക ചാമ്പ്യന്മാരായ ടീമാണ്. പഴയ പ്രതാപം ഒന്നും നമ്മൾ ഇപ്പോൾ പറയുന്നില്ലെങ്കിൽ കൂടി ഈ ടൂർണമെൻറ്റിലും മികച്ച പ്രകടനം തന്നെയാണ് വെസ്റ്റ് ഇൻഡീസ് നടത്തുന്നത്. അതുകൊണ്ട് 2020 ആണ്, നമുക്ക് ആരെയും വില കുറച്ച് കാണാൻ പറ്റില്ല. പക്ഷേ ഈ മെൻറ്റാലിറ്റി മതിയോ സൂപ്പർ 8ലേക്ക് പോകാൻ എന്ന് ചോദിക്കുമ്പോൾ പോരാ എന്ന അഭിപ്രായം തന്നെയാണ് എനിക്ക്.